എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പല ആളുകൾക്കും ഈ ഫോൺ പേ യൂസ് ചെയ്യുന്ന പല ആളുകൾക്കുള്ള ഒരു പ്രോബ്ലമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഗോൾഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ബൈ ചെയ്യുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ മാറുന്നുണ്ട്. ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് പോലും ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറേ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അവസാനമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കുക, ഇത് ആക്റ്റീവ് ആയിരിക്കും. സോ ഓക്കെ, അപ്പോൾ എങ്ങനെ ഡിസേബിൾ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, പല ആളുകളും ആവശ്യത്തിനായിട്ട് ചിലപ്പോൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയും അത് സെല്ല് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഓക്കെ, ഗോൾഡ് ഒരുപാട് കാലം ലോക്കറിൽ വെച്ചിട്ട് സെല്ല് ചെയ്യുന്ന വ്യക്തികളുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കുകൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഗോൾഡ് ബൈ ചെയ്ത് സെല്ല് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ പല ആളുകളും ആ ഒരു ഓപ്ഷനുകളും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ്, അതായത് 200 രൂപയാണ് എനിക്ക് തോന്നുന്നു മിനിമം. അപ്പോൾ ആ 200 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരുന്നതായിരിക്കും. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ഇത് ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ടാണോ നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു ഗോൾഡ് ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ ഓട്ടോമാറ്റിക്കലി വരുന്ന ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 മെത്തേഡാണ് ഇതിലുള്ളത്. 2 കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ മാസവും 8-ാം തീയതിയാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ ഒരു ക്യാഷ് ഓട്ടോമാറ്റിക്കലി ബൈ ചെയ്യുന്നത്, ഗോൾഡ് ബൈ ചെയ്യുന്നത് നമ്മളറിയാതെ തന്നെ ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുക, 7-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, അതായത് നിങ്ങൾ ഫോൺ പേയിൽ ഏത് ബാങ്കാണോ പ്രൈമറി ആക്കി വെച്ചിട്ടുള്ളത് ആ ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ബാങ്കിലേക്ക്, നിങ്ങൾക്കിപ്പോൾ 2-3 ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബാങ്കിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബാങ്കിൽ നിന്നുള്ള മുഴുവൻ ക്യാഷും ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 8-ാം തീയതി ഒരു മോർണിംഗിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർനൂണൊക്കെ നിങ്ങൾ ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാലൻസ് ഉണ്ടാകില്ല, അപ്പോൾ അത് ഫെയിൽഡ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ആ ഒരു മന്തിൽ നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റ് ഉണ്ടാകില്ല. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഗോൾഡ് പർച്ചേസ് ബൈ ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് സ്ക്രീനിൽ പോയി കാണാം. ഓക്കെ, ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതിനെക്കുറിച്ചോ അല്ലാന്നെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 200 സംതിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് വീഡിയോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ഇൻസ്റ്റാ ഐഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോയിട്ട് വീഡിയോസ് വാച്ച് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്. സോ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പം മെയിൻ ഇൻ്റർഫേസ് ഇതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. സോ ഇവിടെ നിങ്ങൾക്ക് നമുക്ക് ഈ വെൽത്തിൻ്റെ ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇവിടെ നമ്മൾ ആ ഗോൾഡിൻ്റെ ആ ഒരു ഐക്കൺ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ സി ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിവിടെ പർച്ചേസസ് എന്ന് പറയുന്ന സ്ഥലത്ത് 24K ഗോൾഡിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് SIP ഉണ്ട്, ബൈ 1 ടൈം ഉണ്ട്. ഓക്കെ, നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇത്. ഇവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഓട്ടോ പേ ഡിസേബിൾ ചെയ്ത് വെക്കാനും ആക്റ്റീവ് ആക്കാനും എനേബിൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ നൽകുന്നില്ല. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഈ ഒരു മന്ത് 8-ാം തീയതി ചിലപ്പോൾ വന്നിട്ടുണ്ടാകും, നിങ്ങളുടെ ഓട്ടോ പേയ്മെൻറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓട്ടോ പേയ്മെൻറ്റ് ആയ സമയത്ത് നമുക്കിതിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയാൽ കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ കാണാൻ സാധിക്കും 8-ാം തീയതിയാണ്. 8-ാം തീയതി, അപ്പം ഏത് മാസവും 8-ാം തീയതി ജസ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പം ഹിസ്റ്ററിയുടെ ഭാഗത്തേക്ക് വരിക, എന്നിട്ട് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലാത്ത നമ്മൾ ഗോൾഡിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അവിടെ നിന്നും ഈ ഓട്ടോ പേ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഏപ്രിൽ 8-ാം തീയതി നമുക്ക് 200 രൂപ ഫെയിൽഡ് ആയിട്ടുള്ളത്. ഈ ഫെയിൽഡ് ആവാൻ കാരണം എൻ്റെ അക്കൗണ്ടിൽ 200 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഇത് ഫെയിൽഡ് ആയി പോയിട്ടുള്ളത്. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്, 7-ാം തീയതി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ ക്യാഷും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ഓട്ടോ പേ വന്നിട്ടുള്ളത് മെയ് 8-ാം തീയതിയാണ്. എല്ലാ മാസവും 8-ാം തീയതിയാണ് ഓട്ടോ പേയ്മെൻ്റ് ആയിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 200 രൂപ ഇവിടെ നമുക്ക് ഡെബിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് പർച്ചേസ് ആയിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പർച്ചേസ് സക്സസ്ഫുള്ളി 8-ാം തീയതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡിസേബിൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് മാനേജ് ഓട്ടോ പേ എന്നുള്ളൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഫ്രീക്വൻസി, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, നെക്സ്റ്റ് പേയ്മെൻറ്റ് വരുന്നത് ജൂൺ 8-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും 8-ാം തീയതിയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ പേസ് ആക്റ്റീവ്. അപ്പോൾ നമുക്കിത് പോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ഇത്ര മന്തിന് നമുക്കിനി ഓട്ടോ പേയ്മെൻറ്റ് വേണ്ട എന്നുള്ള രീതി, അല്ലെങ്കിൽ എത്ര വർഷത്തിന് ഓട്ടോ പേയ്മെൻറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ അത് നമുക്കിത് പോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിൽ എൻഡ് ഓഫ് ദിസ് മന്ത്, ടിൽ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പം ഈ ഒരു മാസം അവസാനം വരെ നമുക്ക് ഇത് ഓട്ടോ പേയ്മെൻറ്റ് പോസ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് അവസാനം വരെ നമുക്ക് ഓട്ടോ പേയ്മെൻറ്റ് പോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വിൽ ബി പോസ്റ്റ് ടിൽ 12th May ആൻഡ് 14th May. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു കസ്റ്റം ഡേറ്റ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മന്ത്, ഒരു 6 മന്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓട്ടോ പേയ്മെൻറ്റ് നമുക്ക് പോസ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ഇയർ ആണോ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെക്കേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ പോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും എറർ കാണിക്കും. ചിലപ്പോൾ പോസിങ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ അല്ലാന്നുണ്ടെങ്കിൽ പോസിങ് ആക്റ്റീവ് ആവാത്ത രീതിയിലേക്ക് ചിലപ്പം എറർ ബട്ടൺ കാണിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ചെയ്ത സമയത്ത് എനിക്ക് എറർ ബട്ടൺ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ റെക്കോർഡിൽ ബ്ലാക്ക് ആയിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോ പേ പോസ് ഇൻ പ്രോഗ്രസ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഫെയിൽ ടു പോസ് ഓട്ടോ പേ, ഇതുപോലെ നിങ്ങൾക്ക് എറർ കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ഓട്ടോ പേ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും താഴത്തായിട്ട്. ഓക്കെ, അപ്പം അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ അഗൈൻ ഒന്നും കൂടി ഓട്ടോ പേ പോസ് ഇൻ പ്രോഗ്രസ്സിലിട്ട് പോയിട്ട് ഞാൻ എൻ്റെ UPP നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത സമയത്ത് വീണ്ടും അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് ഓട്ടോ പേ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ സോറി യു ആർ ഡിലീറ്റിംഗ് ദിസ് ഗോൾഡ് SIP മേ വി നോ ദ റീസൺ. അപ്പോൾ എന്താണ് റീസൺ, നമ്മളിത് ഡിലീറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും റീസൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐ ഡു നോട്ട് ഹാവ് ദ മണി ടു കണ്ടിന്യൂ SIP. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് ഓട്ടോ പേ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോ പേ റിമൂവ് ഇൻ പ്രോഗ്രസ്സിലേക്ക് പോയിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഓട്ടോ പേ നമുക്ക് റിമൂവ് ആയി പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോ പേ റിമൂവ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇനി നമ്മളുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും 8-ാം തീയതി 200 രൂപ വെച്ചിട്ട് ഗോൾഡ് പർച്ചേസിലേറ്റ് സെക്ഷനിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആവില്ല. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഓട്ടോ പേ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻസൽ ചെയ്യാനും ഡിസേബിൾ ചെയ്ത് വെക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ തന്നെ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. സോ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ ഓട്ടോ പേ അങ്ങനെ ക്യാൻസൽ ആയി വെച്ചിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിലും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.